അഞ്ജന ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിംഗ് 2025 and 24. ഇൻഡെക്സ് ആൻഡ് റാങ്കിംഗ് 2025-24 കാലഘട്ടങ്ങളിലെ റാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, കഴിഞ്ഞ 5 വർഷമായി സ്ഥിരം മത്സര പരീക്ഷകളിൽ ഏതിനത്തിലുള്ള മത്സര പരീക്ഷകളായിരുന്നാലും സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്നുമുള്ള മാർക്ക് പോവാതെ നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻഡെക്സ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ്? 118. ഓക്കെ, അതിന്റെ ഇൻഡെക്സിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അവർ വന്നത് ആദ്യം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ വെച്ച് കണ്ടത് ഒരു മലയാളിയാണ് എന്ന് കരുതിക്കോളൂ. അയാളത് ചോദിച്ചു, നിങ്ങൾക്ക് ഹാപ്പി ആവാനായിട്ട് എന്താണ് വേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞത് എന്തെന്ന് അറിയാവോ? ഒരു പുട്ട് എന്നാണ്. ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒന്നെന്ന് പഠിച്ചോളൂ. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് 18 അല്ലെ? ഒരു പുട്ട് 18, 118, അതാണ് 118. അതിലൊന്നുകൊണ്ട് പുട്ട് 18, 118. അല്ലെങ്കിൽ ഒരു പട്ട എന്ന് പഠിച്ചോളൂ, അതിനെയും 18 എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ ഇന്ത്യക്കാരെ ഹാപ്പി ആവാനായിട്ട് വന്ന് റിപ്പോർട്ട് എടുത്തപ്പോഴത്തേക്കും മലയാളിയാണ് കണ്ടത്. അപ്പൊ പുള്ളി പറഞ്ഞ എന്താണ്? ഒരു പുട്ട് മതി, ഞാൻ ഹാപ്പിയാണ് എന്നാണ്. നിന്റെ ഇഷ്ടം സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ലാലേട്ടന്റെ അടുത്ത് സുകുമാരി ചേച്ചിയുടെ ക്യാരക്ടർ ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് വിശക്കുന്നു, പുട്ട് മേടിച്ച് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുട്ട് കഴിക്കുമ്പോൾ ലാലേട്ടൻ ഹാപ്പി ആയി. ആ ലാലേട്ടന്റെ അടുത്താണ് വന്ന് ഇവരും ചോദിച്ചത്, എന്ത് വേണം ഹാപ്പി ആവാൻ? അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരു പുട്ട് മതി. അതാണ് ഒന്ന് പുട്ട് 18, 118 എന്ന് ഓർത്തോളൂ. ഓക്കെ, അപ്പൊ അടുത്ത് ഹാപ്പിയസ്റ്റ് കൺട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് പ്ലേസിലുള്ളത് ഫിൻലാൻഡ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 8th ഇയർ ആണ്. ഫിൻലാൻഡിനെ ഫിൻലാൻഡ് എന്ന് പഠിച്ചോളൂ. ഫില്ല് ചെയ്ത് വെച്ചേക്കുക. എന്താണ്? സന്തോഷം ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ലാൻഡ് ആണത്. അതുകൊണ്ടാണ് ഭയങ്കര ഹാപ്പി അവര് കേട്ടോ. അപ്പോ ഹാപ്പിയസ്റ്റ് കൺട്രി ഫസ്റ്റ് റാങ്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻലാൻഡ്. ഫില്ല് ചെയ്തു, സന്തോഷം ഫില്ല് ചെയ്തു. സെക്കൻഡ് ഡെൻമാർക്ക്, തേർഡ് ഐസ്ലാൻഡ്. വലിയ ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. നിങ്ങൾക്കറിയാം, താലിബാൻ ഭരണത്തിലിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഫ്രീഡം വന്നിട്ട് അങ്ങനെ ആർക്കും കിട്ടത്തില്ല. ഓക്കെ, അവര് പിടിച്ചെടുത്ത ഭരണമാണ്. കഥകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോ കണക്ട് ചെയ്യാൻ എളുപ്പമാണ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോ ഏറ്റവും സന്തോഷം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാൻഡ് ആണ് ഫിൻലാൻഡ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുന്ന ആളടുത്ത് ഹാപ്പി ആവാൻ എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്കൊരു പുട്ട് മേടിച്ചു തരൂ. ഒരു പുട്ട് 118. ഓക്കെ, അടുത്ത് ലാസ്റ്റിലുള്ളത് അഫ്ഗാനിസ്ഥാൻ. ഇത് പബ്ലിഷ് ചെയ്യുന്നത് വെൽ ബീയിങ് റിസർച്ച് സെന്റർ ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് വെൽ ബീയിങ് റിസർച്ച് സെന്റർ ആണെന്ന് പഠിച്ചോളൂ. വെൽ ബീയിങ്, എല്ലാവരും വെല്ലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് വന്നിരുന്ന റിസർച്ച് സെന്റർ ആണെന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് 2023, 24, പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, റാങ്ക് 1 എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റില് ഐസ്ലാൻഡ് ആണ്. ഓക്കെ, ആ ലാൻഡില് ഫുള്ള് ഐസ്ലാൻഡ് ആണ്. അപ്പൊ അവിടെയുള്ള മനുഷ്യന്മാരെല്ലാം അത്രയും വെൽ ഡെവലപ്ഡ് ആയതുകൊണ്ടായിരിക്കില്ലേ ആ ലാൻഡിൽ ഫുള്ള് AC. ഐസിനെ AC എന്ന് ആലോചിച്ച് നോക്ക്. അവിടെ എവിടെ പോയിരുന്നാലും ഫുള്ള് AC ഒക്കെ ഇട്ട് വെൽ ഡെവലപ്ഡ് ആണ്. അവർക്ക് അത്രയും കാശുകാരാണ് എന്ന് ആലോചിച്ചോളൂ. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഫസ്റ്റ് റാങ്ക് ഐസ്ലാൻഡ്, AC ലാൻഡ്. അവിടെ എവിടെ പോയിരുന്നാലും AC ആണ്, റിച്ച് ആണ് ആൾക്കാര്. ഓക്കെ, ഐസ്ലാൻഡ്. ഓക്കെ, റാങ്ക് 2 നോർവേ. അവര് നേരാവണ്ണം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഐസ്ലാൻഡിന്റെ തൊട്ട് താഴെ സെക്കൻഡ്. വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 130 ആണ്. ഓക്കെ, 130. ഇങ്ങനെ ആലോചിച്ചോളൂ, ഇന്ത്യയിലെ ഒരാള് ഡെവലപ്പ് ആവുന്നത് പണ്ടൊക്കെ 30 വയസ്സിന് ശേഷമായിരിക്കും അല്ലേ? മാരേജ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സെറ്റിലായി ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആയിരിക്കും അയാൾക്ക് സേവിങ് ഒക്കെ വരുന്നത്. അപ്പൊ ആലോചിച്ചോളൂ,
30 വയസ്സ് ഒരാൾ ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്നത് 30 വയസ്സിന് ശേഷം എന്ന് കോഡിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചോളൂ. 1 എന്ന് പറഞ്ഞാൽ 1 കൂടെ 30 കൂടെ ചേർത്താൽ 130. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോളൂ, 2022 ലാസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 133 ഓക്കെ, 22 കഴിഞ്ഞിട്ട് 3 വർഷമായി. 2025 2022 നിന്നും 3 വർഷം കൂടുമ്പോൾ 2025. അപ്പൊ 130 നിന്നും 33 നിന്നും 3 റാങ്ക് കുറഞ്ഞ് 130 ആയി എന്ന് ആലോചിച്ചോളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടി 30 വയസ്സ് വേണം. ഓക്കെ, ലാസ്റ്റ് റാങ്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. സൗത്ത് സുഡാൻ. ചൂടൻ സൗത്ത് ചൂടൻ, ഫുള്ള് ചൂടന്മാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചുട്ടുപഴുത്ത രാജ്യമാണ്. അപ്പോ എങ്ങനെയാ ഡെവലപ്പ് ആവുന്നത്? അപ്പൊ ഏറ്റവും ഡെവലപ്പ് ആവുന്നത് ഭയങ്കര ഐസുള്ള AC ഉള്ള ലാൻഡ്, ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ചൂടൻ ലാൻഡ്. ഓക്കെ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 വയസ്സാകുമ്പോഴത്തേക്കും ഇന്ത്യക്കാര് ഡെവലപ്പ് ആവും എന്നാലോചിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില്, അതിലും പ്രത്യേകിച്ച് കേരളത്തില് ഒരു നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേരെ കൊണ്ട് നല്ലത് പറയിക്കണമെന്നാണല്ലേ. ആ 4 പേരും ഇന്ത്യയിൽ റിച്ച് ആണ് എന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ലാർജസ്റ്റ് എക്കണോമി ഇന്ത്യ 4th പ്ലേസ് ആണ്. 1ാം സ്ഥാനം അമേരിക്ക, ലോക പോലീസ് എന്ന് പറഞ്ഞു നടക്കുന്ന അമേരിക്ക, USA. 2ാം സ്ഥാനം ഇന്ത്യയുടെ തൊട്ടപ്പുറത്തുള്ള ചൈന. ഓക്കെ, 3ാം സ്ഥാനം ജർമ്മനി, 4 ഇന്ത്യ, 5 ജപ്പാൻ. ഇന്ത്യ മറികടന്നത് ജപ്പാനെയാണ്. പണ്ടൊക്കെ നമ്മൾ ഇന്ത്യക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവനാണ് ജപ്പാനാണ്, ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ആ ജപ്പാനെ തന്നെ മലത്തിയടിച്ച് ഇന്ത്യ 5ൽ നിന്നും 4ാമത് കയറി. 3ാമതുള്ള ജർമ്മനിയാണ്, 5ാമതുള്ള ജപ്പാനാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഇന്ത്യ. അപ്പൊ 3ഉം 5ഉം ആലോചിക്കൂ. 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് നിലംപരിശായ 2 രാജ്യങ്ങളാണ്. 4ാമതുള്ളത് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് റിപ്പോർട്ടില് ഇന്ത്യയുടെ സ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സെയിം 4ആണ്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. അവിടെയും 1ാമതുള്ളത് USA, 2ാമത് USAയുടെ ശത്രു റഷ്യ, 3ാമതുള്ളത് ഇന്ത്യയുടെ തൊട്ടപ്പുറത്തുള്ള ചൈനയാണ്, 4ാമത് ഇന്ത്യ. ചൈന, ഇന്ത്യ അയൽ രാജ്യങ്ങളാണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഫസ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശത്രു റഷ്യ സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? ഇതാ ഇങ്ങനെയും കൂടെ ആലോചിക്കുള്ളൂ. ലാർജസ്റ്റ് എക്കണോമിയിൽ ഇന്ത്യ 4ാമത് വന്നു. അതിന്റെ പേരിൽ ഇന്ത്യയിൽ ഫയർ കൊളുത്തി ആഘോഷിച്ചു. ഫയർ പവർ അതിലും 4ാമതാണ്. അങ്ങനെ കണക്ട് ചെയ്യൂ. അങ്ങനെ ഫയർ കൊളുത്തി ആഘോഷം നടക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ വേറൊരു കൂട്ടം, 4ൽ നിന്നും 10 കൂട്ടിയാൽ 14, വേറൊരു കൂട്ടം ആൾക്കാർ ഇറങ്ങി തിരിച്ചു. ഇതാ നോക്കിയേ, ടെററിസം, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 14ആണ്. അപ്പോ 4 ഫയർ പവർ ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 10 കൂട്ടിയാൽ 14. ഇവിടെയും ഫയർ ആണല്ലോ, ഇവരുടെ കയ്യിൽ ബോംബ് തോക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 14 ആണെങ്കിൽ 1ാമത്തെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആഭാസന്മാരുടെ നാടാണ്, കോഡിന് വേണ്ടി പറയുന്നതാണ്, ബുർക്കിനോ ഫാസോ. ഓക്കെ, 2ാം സ്ഥാനം പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2ാം സ്ഥാനം പാകിസ്ഥാൻ. അപ്പോ പാകിസ്ഥാനിൽ നിന്നുള്ള ധാരാളം ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യൂ. അപ്പോ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 14. 1ാമതുള്ളത് കുറച്ച് ആവാസന്മാര് എന്ന് ആലോചിച്ചോളൂ. ബുർക്കിനോ ഫാസോ 2, എളുപ്പമുണ്ട്, പാകിസ്ഥാനാണ്. ഇനി ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന സംഘടനയാണ്. അതായത് ചുമ്മാ ആലോചിക്കൂ, എക്കണോമിയും ഉണ്ട്, പീസും ഉണ്ട്. പൈസ എറിഞ്ഞ് സമാധാനം നിലനിർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു സംഘടന. അവരാദ്യം സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എവിടെയാടാ? ഫസ്റ്റ് ടെററിസത്തിൽ ഫസ്റ്റ് എന്ന് നോക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ആവാസന്മാരുടെ, ബുർക്കിനോ ഫാസോയുടെ കുറച്ച് ആവാസന്മാര് ബോംബ് തോക്കൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2ാമത് മറ്റേ പാകിസ്ഥാൻ. അപ്പൊ ഞാൻ പോയി സമാധാനം നിലനിർത്താന്ന് പറഞ്ഞിട്ട് എക്കണോമി ആൻഡ് പീസ് ഓർഗനൈസേഷൻ പോവുകയാണ്. എന്നിട്ട് പറയാം പൈസ തരാം, സമാധാനം നിലനിർത്തടാ, കയ്യിലുള്ള ബോംബ് താഴെ ഇടറാന്ന് പറയുമ്പോ കിരീടത്തിലുള്ള ലാലേട്ടന്റെ സ്റ്റൈലില് വലിച്ചങ്ങ് എറിയും, പൊട്ടിത്തെറിക്കും. കത്തിയല്ലല്ലോ ഇത്, ബോംബല്ലേ. എന്നാലോചിക്കൂ, ബുർക്കിനോ ഫാസോ പാകിസ്ഥാൻ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പൈസ എറിഞ്ഞ് പീസ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് കമ്മിറ്റി പോകുന്നു എന്നാലോചിച്ചോ. ഓക്കെ ആണേ? അപ്പോ ലാർജസ്റ്റ് എക്കണോമിയിൽ ഇന്ത്യ 4ാമത്. ഓക്കെ, അതിന്റെ പേരിൽ ഫയർ കൊളുത്തി ആഘോഷിക്കുമ്പോഴത്തേക്കും ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യ 4ാമത്. അതിൽ ഫയറിൽ നിന്നും 10 കൂട്ടിയാൽ അതേപോലെ വേറെ ഫയർ, ബോംബും തോക്കൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് 14. ടെററിസം ഇൻഡെക്സിൽ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യ 14. ഓക്കെ, അതിൽ 1 ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭാസൻ എന്ന് ആലോചിച്ചോളൂ. ബുർക്കിനോ ഫാസോ. 2 എളുപ്പമുണ്ട്, പാകിസ്ഥാൻ. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഗ്ലോബൽ ഫ്രീ സ്പീച്ച് ഇൻഡെക്സ്. ഇന്ത്യയുടെ റാങ്ക്
24 ആണ് ഔട്ട് ഓഫ് 33. മൊത്തം 33 രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 24. ചുമ്മാ ആലോചിച്ചോളൂ. പണ്ട് ഏതെങ്കിലും കൂട്ടുകാരെ കാണുമ്പോഴത്തേക്ക് പറയാം, എടാ ഞാൻ പോവാ, എവിടെ പോകുന്നു, നീ നിൽക്ക്, നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത്. സമയം പോകുന്നില്ല, നീ ഇവിടെ ഇരിക്കുക, നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. ഇത് കാലം മാറി, ഒന്നിന്റെയും രണ്ടിന്റെയും ഡബിൾ ആണ് 2ഉം 4ഉം. ഒന്നിന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4. ഇപ്പൊ പറയുന്നത് നമുക്ക് 2ഉം 4ഉം പറഞ്ഞിരിക്കുക എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്. അതായത് ഗ്ലോബൽ ഫ്രീ സ്പീച്ച്, തുറന്ന് സംസാരിച്ചോണ്ടിരിക്കാം, 1, 2ഉം പറഞ്ഞിരിക്കാന്നല്ലേ. ഇപ്പൊ കാലം മാറിയപ്പോഴത്തേക്കും ആ 1ഉം 2ന്റെയും ഡബിളായി 2ഉം 4ഉമായി. ഇന്ത്യയുടെ റാങ്ക് 24 ഔട്ട് ഓഫ് 33. ഫസ്റ്റ് പ്ലേസ് നോർവേ. നേരെ ചൊവ്വേ പറയേണ്ട കാര്യം അങ്ങ് മുഖത്ത് നോക്കി പറയും, നോർവേ. ഓക്കെ, സെക്കൻഡ് പ്ലേസിൽ ഡെൻമാർക്ക് ആണ്. അപ്പോ ഇന്ത്യയുടെ റാങ്ക് 24 ആണ്. 2ഉം 4ഉം പറഞ്ഞിരിക്കാം, പണ്ട് 1ഉം 2ഉം ആയിരുന്നു. പബ്ലിഷ്ഡ് ബൈ ദ ഫ്യൂച്ചർ ഓഫ് ഫ്രീ സ്പീച്ച്. ആലോചിക്കാൻ എളുപ്പമുണ്ടേ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. വേൾഡ് പ്രസ് ഫ്രീഡം റിപ്പോർട്ട് 2025. ഇന്ത്യയുടെ റാങ്ക് 151 ആണ് ഔട്ട് ഓഫ് 180 കൺട്രീസ്. ഇന്ത്യയുടെ റാങ്ക് 151 ആണ്. ഓക്കെ, ഫസ്റ്റ് പ്ലേസിലുള്ളത് നോർവേ. നോർവേ പ്രസ് ഫ്രീഡം ആണ്. നേരെ ചൊവ്വേ സ്പീച്ചിലുള്ള ഫ്രീഡം പോലെ തന്നെ ഇവിടെ പ്രസ്സിലും ഫ്രീഡം ഉണ്ട്. നേരെ ചൊവ്വേ എഴുതാനുള്ള കാര്യവും നോർവേ അങ്ങ് എഴുതും. അതാണ് നോർവേ ഫസ്റ്റ് പ്രൈസിൽ വരാനുള്ള കാര്യം. പ്രസ് ഫ്രീഡം നോർവേ. സെക്കൻഡ് പ്ലേസിൽ എസ്തോണിയോ. എസ്തോണിയോ ആണ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് അല്ല. ഫസ്റ്റ് പ്ലേസ് നോർവേ ആണ് എന്ന് ആലോചിക്കൂ. പബ്ലിഷ്ഡ് ബൈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ബോർഡർ അങ്ങനെ പ്രത്യേകിച്ച് ബോർഡർ ഒന്നും ഇല്ലാത്ത കുറച്ച് റിപ്പോർട്ടറാണ്. എവിടെയുള്ള കാര്യവും എടുത്തങ്ങ് എഴുതും എന്നാലോചിച്ചാൽ മതി. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. അപ്പൊ ഓക്കെ, വേൾഡ് പ്രസ് ഫ്രീഡം റിപ്പോർട്ടില് ഇന്ത്യയുടെ സ്ഥാനം 151 ആണ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഉള്ളത് നോർവേ. നേരെ ചൊവ്വേ പറയാനുള്ളതൊക്കെ പ്രസ് വഴി അങ്ങ് എഴുതി വിടും. ഓക്കെ, എന്നാലോചിച്ചോളൂ. ഓക്കെ, അപ്പൊ അടുത്തത് എവിടെയാ? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025. ഇന്ത്യയുടെ റാങ്ക് 10 ആണ്, 10ാമതാണ്. ചുമ്മാ ആലോചിച്ചോളൂ. ലോകത്തിലെ കാടിന്റെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10ാമതാണ്. അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അപ്പൊ ഇന്ത്യയുടെ അത് വെച്ചിട്ട് 10th. കാട് കുറയുമ്പോൾ ക്ലൈമറ്റ് മാറില്ലേ, അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 10ാമതാണ്. ഓക്കെ, ടോപ്പ് റാങ്കിങ് കൺട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആണ്. അത് അവരൊക്കെ മാർക്ക് ചെയ്ത് വെക്കും ഏത് ഭാഗത്താണ് ക്ലൈമറ്റ് പ്രശ്നം, എന്നിട്ട് റെഡിയാക്കും. അതാണ് ഡെൻമാർക്ക് ടോപ്പിലാണെന്നുണ്ടെങ്കിലും 4th പ്ലേസ് ആണ്. ഫസ്റ്റ് 3യിൽ വന്നിട്ട് ഒരു കൺട്രിയും ഇല്ല. 4th പ്ലേസിലുള്ള ഡെൻമാർക്ക് ആണ് ഫസ്റ്റ് പ്ലേസിൽ എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, പബ്ലിഷ്ഡ് ബൈ ജർമ്മൻ വാച്ച്. ജർമ്മനിയിലുള്ള ഒരു വാച്ച്മാൻ ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്നതെന്ന് ആലോചിച്ചോളൂ. അപ്പൊ ജർമ്മനിയിലുള്ള വാച്ച്മാൻ ഫുള്ള് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ക്ലൈമറ്റ് ചേഞ്ചിൽ എത്രയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചുമ്മാ അല്ലെങ്കിൽ ആലോചിച്ചോളൂ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ നമ്പർ, ജേഴ്സി നമ്പർ 10th ആണ്. അതാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇന്ത്യയുടെ നമ്പറും 10th ആണ്. ഓക്കെ, ഇത് പബ്ലിഷ് ചെയ്യുന്ന ആരെന്ന് കഴിഞ്ഞാൽ ഒരു ജർമ്മൻ വാച്ച്മാൻ ആണ്. ജർമ്മൻ വാച്ച് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോ അടുത്തത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2024. പബ്ലിഷ്ഡ് ഇയർ 2025. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടാണ്. പബ്ലിഷ് ചെയ്യുന്നത് IQ എയർ. അതിൽ എയർ ഉണ്ട്, പിന്നെ IQ എന്നും കൂടെ ആഡ് ചെയ്തോളൂ. IQ എയർ ആണ്. ഫസ്റ്റ് റാങ്ക് 1 എയർ ക്വാളിറ്റി റിപ്പോർട്ടില് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം രാജ്യം ഏതെന്ന് വെച്ചാൽ ചാടാണ്. അവിടെ നിൽക്കരുത്, ചാടി എവിടെയെങ്കിലും ഒക്കെ പൊക്കോ, അവിടെ നിൽക്കരുത്. എയർ ക്വാളിറ്റി അത്രയും മോശമാണ്. ചാട്. ഓക്കെ, രണ്ടാമതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്. എയർ അവിടെയും ഭയങ്കര മോശമാണ്. അതൊരു ബാൻ ദേശമാണ്. ബാൻ ദേശം എന്ന് പഠിച്ചു വെക്കൂ. എയർ മോശമാണ്, ബാൻ കിട്ടും, പൊട്ടെന്ന് പൊക്കോ. ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ എയർ തീരെ മോശം, ചാടിക്കോ. രണ്ടാമത്തെ പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻസ് അല്ല, ബംഗ്ലാദേശ് എന്ന് ആലോചിച്ച് വെച്ചോളൂ. മൂന്നാമത് അതിന്റെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ തന്നെയുണ്ട്. 5ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ഓക്കെ, അപ്പൊ ചാടൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചുറ്റുമുള്ള കൺട്രീസ് ആണെന്ന് ആലോചിച്ചോളൂ. ഇൻ ടോപ്പ് പൊല്യൂട്ടഡ് 20 cities, 13 ഫ്രം ഇന്ത്യ. ഓക്കെ, ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള 20 cities എടുത്താൽ 13ഉം നമ്മളിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തത് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ദ വേൾഡ്, ബിർണിഹാത്ത്, മേഘാലയയിലെ ബിർണിഹാത്ത് ആണ്. മേഘാലയ എന്ന് പറഞ്ഞാൽ ഫുള്ള് മേഘമെന്നല്ലേ, ആ മേഘം മുഴുവൻ വന്നിട്ട് പൊല്യൂട്ടഡ് ആണ്. ബിർണിഹാത്ത്.
ഓക്കെ, അടുത്ത മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ്, ന്യൂഡൽഹി. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 6ാം വർഷമാണ് ന്യൂഡൽഹി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ വരുന്നത്. ക്യാപിറ്റൽ സിറ്റിയിലാണെങ്കിൽ ന്യൂഡൽഹി. ഇന്ത്യയില് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിലെ ബെർണിഹാത്താണ്. രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാട് അവിടെ നിൽക്കരുത്, ചാടിക്കോ. സെക്കൻഡ് ബംഗ്ലാദേശ്, തേർഡ് പാകിസ്ഥാൻ, ഇന്ത്യ അഞ്ചാമത്. ഓക്കെ, എയർ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ട് ഇന്ത്യയിലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരാൾ പറയാ ഇങ്ങനെ പോരാന്നാണ്. അപ്പോൾ മറ്റേ ആള് ശരിയായിട്ട് കേട്ടില്ല. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും 5ാം പൊസിഷൻ ആണ് എന്ന് കരുതിക്കോളൂ എന്ന്, 5ാം പൊസിഷൻ ആണ് എന്ന് കരുതിക്കോളൂ. ഓക്കെ, അപ്പൊ അടുത്തത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024, പബ്ലിഷ്ഡ് ഇയർ 2025. 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, ഇന്ത്യയുടെ റാങ്ക് കറപ്ഷന്റെ ഇതില് 96 എമംഗ് 180 കൺട്രീസ്. മൊത്തം 180 കൺട്രിയുടെ റിപ്പോർട്ട് എടുത്തപ്പോൾ ഇന്ത്യ 96. ഫുള്ള് കറപ്ഷൻ ആണ്. ഓക്കെ, ജോലി സമയത്ത് കറപ്ഷൻ കാണിച്ച് 96 മൂവി ഉണ്ടല്ലോ വിജയ് സേതുപതി തൃശ അഭിനയിച്ച്, ആ മൂവി കാണാൻ വേണ്ടി പോകുന്ന ആലോചിച്ചോളൂ. അങ്ങനെ വിജിലൻസ് പോയി ഡയറക്റ്റായിട്ട് പിടിക്കും. ഇവിടെ വന്നിട്ട് സിനിമ കാണാനാണ്, ഇത് കറപ്ഷൻ ആണ്. ഓക്കെ, 96 മൂവി കാണാൻ പോയി എന്ന് ആലോചിച്ചോളൂ. അപ്പോ റാങ്ക് 1 കറപ്ഷൻ ഒന്നും ഇല്ലാത്തത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഇവിടെയും അങ്ങനെ തന്നെയാണ്, അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഏവനെങ്കിലും കറപ്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പ പൊക്കും. ഓക്കെ, ഡെൻമാർക്ക് നോ കറപ്ഷൻ മാർക്ക് ചെയ്യും. ഓക്കെ, കറപ്ഷൻ ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് സുഡാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെവലപ്മെന്റ് ഇൻഡെക്സ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സൗത്ത് സുഡാനാണ്. ചൂടൻ സ്വഭാവമാണ്. എന്താണ് ഈ കറപ്ഷൻ കാണിച്ചുകൊണ്ടാണ്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ചൂടാവും. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പണ്ടൊക്കെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില ഓഫീസർമാരുടെ പെരുമാറ്റം കണ്ടില്ല, അതേപോലെ ചൂടാവും. ഓക്കെ, ഇപ്പൊ അതൊക്കെ മാറി, ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പൊ സൗത്ത് സുഡാനാണ്, ചൂടാവും പെട്ടെന്ന്. എന്താണ് വരുന്നത്? കാരണം കറപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പബ്ലിഷ്ഡ് ബൈ ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ, ജർമ്മനിയാണ്. അപ്പൊ ട്രാൻസ്പാരന്റ് ആയിരിക്കും അത്, പബ്ലിഷ് ചെയ്യുന്നവര് ട്രാൻസ്പാരന്റ് ആയിരിക്കും. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് റാങ്ക് സൗത്ത് സുഡാനാണ്. സൗത്ത് സുഡാന്റെ ക്യാപിറ്റൽ ജുബ. ഓക്കെ, ജുബയൊക്കെ ഇട്ടിട്ടാണ് ഈ ചൂടൻ നിൽക്കുന്നത് എന്ന് ആലോചിച്ചോളൂ. അപ്പോ റാങ്ക് 1 ഡെൻമാർക്ക്. മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആരാണെങ്കിലും തൂക്കും കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കറപ്ഷൻ കാണിച്ചിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 96 മൂവി കാണാൻ വേണ്ടി പോകും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഫസ്റ്റ് എഡിഷൻ ഓഫ് QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025. വേൾഡ് ഫ്യൂച്ചർ സ്കില്ലാണ്. സ്കിൽ അത്രയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിൽക്കുന്ന, ഓക്കെ, ഫിനാൻഷ്യലിലൊക്കെ വന്നിട്ട് എക്കണോമിക് പവറിൽ ഫസ്റ്റ് നിൽക്കുന്ന USA തന്നെയാണ് അതിലും ഫസ്റ്റ് എന്ന് ആലോചിച്ചോളൂ. അവര് സ്കില്ല് ഡെവലപ്മെന്റിൽ ഇപ്പൊ എലോൺ മസ്കിനെയൊക്കെ ആലോചിച്ചാൽ മതി അല്ലേ. സ്പേസ് എക്സ് ഒക്കെ വന്നിട്ട് ടെസ്ല, ഓക്കെ, ടെസ്ല കമ്പനിയുടെ ഒക്കെ ഓണർ ആയിട്ടുള്ള എലോൺ മസ്കിനെ ആലോചിച്ചാൽ മതി. അയാളൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കാശ് വാരി അറിയുന്നില്ലേ, അത് USA ബേസ്ഡ് ആണ്. അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോ സ്കിൽ USA. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ക്വാർട്ടർ ആണ്. പവർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ പവർ. 25 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞത്. പവർ സ്കിൽ എത്രയാണ്ടാ? ഒരു ക്വാർട്ടർ 25 ആണ്. 25 കോടിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, വേൾഡ് ലാർജസ്റ്റ് ടീ എക്സ്പോർട്ടർ 2024. 2024 റിപ്പോർട്ട് അനുസരിച്ച് ടീ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെനിയ. അവിടെ അത്രയും തേയിലപ്പൊടികളുണ്ട്, തേയില കഞ്ഞിയിൽ വരെ അവര് തേയില ഇട്ടാ കുടിക്കുന്നതെന്ന് ആലോചിച്ചോളൂ. അതാണ് കഞ്ഞിയിൽ വരെ തേയിലയാണ്. അപ്പോ ഇന്ത്യ ബിക്കം ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടീ എക്സ്പോർട്ടർ. രണ്ടാമതുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ടീ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്, ഓക്കെ, ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഓക്കെ, ടീ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം അല്ലേ. അപ്പോ ഒന്നാമത് കഞ്ഞിയിൽ വരെ ടീ ഇട്ടാണ് അവർ കുടിക്കുന്നത്. രണ്ടാമത് ഇന്ത്യ. ഓക്കെ, തേർഡ് പൊസിഷൻ ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ഓക്കെ, അപ്പോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് വേൾഡ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരാണ്. ഓക്കെ, സിംഗപ്പൂരാണ്. അവിടുത്തെ പാസ്പോർട്ട് കൊണ്ട് ഏത് രാജ്യത്ത് പോയിരുന്നാലും അവർ പറയും സിംഗം തമ്പി കയറി വാ. കാരണം സിംഗപ്പൂർ അവിടുത്തെ പാസ്പോർട്ടിന് അത്രയും വിലയുണ്ട് എന്ന് കരുതിക്കോളൂ. അപ്പൊ ഫസ്റ്റ് റാങ്ക് സിംഗപ്പൂരാണ്.
സെക്കൻഡ് റാങ്ക് ജപ്പാൻ സൗത്ത് കൊറിയ. ജപ്പാൻ സൗത്ത് കൊറിയ. അവിടുത്തെ പാസ്പോർട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ഒരു പാനിൽ കുറയ്ക്കാൻ കുറെ ഫുഡ് വെച്ചിരുന്ന് ആലോചിച്ചോളൂ. സെക്കൻഡ് റാങ്ക് ആണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫസ്റ്റ് സിംഗം തമ്പി കേറി വാ. ഇന്ത്യയുടെ റാങ്ക് 85 ആണ്. 85 ഓക്കെ, 85 ആണ്. 85 ഇന്ത്യ. ഓക്കെ, ബേസ്ഡ് ഓൺ അയാട്ട ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡേറ്റ. ഓക്കെ, അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് സിംഗപ്പൂർ, രണ്ടാമത് ജപ്പാൻ, കൊറിയ പാനിൽ കുറയ്ക്കും എന്നാലോചിച്ചോളൂ. ഇന്ത്യ 85 ആണ്. 85. ഓക്കെ, നൊമാഡ് പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പബ്ലിഷ്ഡ് ബൈ നൊമാഡ് ക്യാപിറ്റൽ. അത് ദുബായ് ബേസ്ഡ് ആണ്. അതിൽ റാങ്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലാൻഡ് ആണ്. അയർലാൻഡ് നമ്മൾ അയൽ രാജ്യം എന്ന് പഠിച്ചാൽ മതി. അയർലാൻഡ്. ഓക്കെ, അതിൽ പാസ്പോർട്ടിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ ലാൻഡ് എന്ന്, നമ്മൾ അയൽപക്കത്തെ ലാൻഡാണ്. അതിന്റെ നൊമാഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയുടെ റാങ്ക് 148T. നമ്മുടെ CAG ആർട്ടിക്കിൾ CAG വരുന്നത് 148 അല്ലേ. അറ്റോർണിക് ജനറൽ 76 ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യും. 148T അറ്റോർണിക് ജനറലിന്റെ നൊമാഡ് പാസ്പോർട്ടിൽ അറ്റോർണിക് ജനറലിന് പോകാനുള്ള പാസ്പോർട്ട് റെഡിയാക്കി കൊടുത്തു എന്ന് ആലോചിച്ചത്. ഇന്ത്യയുടെ ആർട്ടിക്കിളിൽ 148. ഓക്കെ, അറ്റോർണിക് ജനറൽ അല്ല, CAG കൺട്രോൾ ആൻഡ് അറ്റോർണിക് ജനറൽ. ഓക്കെ, CAG 148 ആ ഒരു ആർട്ടിക്കിൾ പോയിട്ടാണ് നൊമാഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പഠിച്ചിരിക്കണം, സ്ഥിരം ചോദിക്കാറുണ്ട്. ഓക്കെ, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023. അതിൽ ഇന്ത്യയുടെ റാങ്ക് 38 ആണ്. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ് അല്ലേ. ഗോഡൌണിലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ചിലപ്പോൾ വണ്ടിയിൽ കയറ്റി, ചിലപ്പോൾ ഷിപ്പിലായിരിക്കും, അങ്ങനെ കയറ്റി അത് എത്തേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോഡക്റ്റൊക്കെ എത്തിക്കുമ്പോഴത്തേക്കും തട്ടിയും മുട്ടിയൊക്കെ അല്ലേ പോകും. തട്ടിയിലെ താ എന്ന് 3 എന്നും T 8 എന്നും ആലോചിച്ചോളൂ. 38 ഇന്ത്യയുടെ സ്ഥാനം. മൊത്തം ഔട്ട് ഓഫ് 139 കൺട്രീസിന്റെ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്കും ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. അവിടെയും റാങ്ക് 1 സിംഗപ്പൂരാണ്. സിംഗം തമ്പി വീണ്ടും. ഓക്കെ, ഇത്രയും വാല്യൂ ഉള്ള പാസ്പോർട്ടൊക്കെ ഉള്ള സിംഗപ്പൂർ അല്ലേ. പോർട്ടിന് ഭയങ്കര ഫേമസ് ആണ്. ഒരു സിംഗപ്പൂരിൽ ഒരു പോർട്ട് വന്നതിന് ശേഷമാണ് ആ രാജ്യം ഇത്രയും ഡെവലപ്പ് ആയത്. ഓക്കെ, അപ്പോ സിംഗപ്പൂർ അപ്പോ അവിടെ വന്നിട്ട് ലോജിസ്റ്റിക്കിൽ ഭയങ്കര ഫേമസ് ആണ്. ഫസ്റ്റ് പ്ലേസ് ലോജിസ്റ്റിക് ആണ് എന്ന് ആലോചിച്ചോളൂ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024. ഓക്കെ, ഇന്ത്യ റാങ്ക്ഡ് ബൈ 39 ഔട്ട് ഓഫ് 133 കൺട്രീസ്. ഓക്കെ, ലോജിസ്റ്റിക്കിൽ ഇന്ത്യ 38 വന്നപ്പോഴത്തേക്കും അതിന്റെ തൊട്ടടുത്ത സ്ഥാനം. ഓക്കെ, അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊവേഷൻ ഉപയോഗിച്ചു. 39 ഇന്ത്യ ഇന്നൊവേഷൻ, ഇന്ത്യയുടെ റാങ്ക്. ഓക്കെ, റാങ്ക് ഫസ്റ്റ് ഇന്നൊവേഷൻ റാങ്ക് ഫസ്റ്റ് ഒരു സാറാണ്. സ്വാഭാവിക ഇന്നൊവേഷൻ സാറ് സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, റാങ്ക് 2 സ്വീഡൻ ആണ് എന്ന് പഠിച്ചോളൂ. പബ്ലിഷ്ഡ് ബൈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോവാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ട് 2024 റിപ്പോർട്ട് വന്നത് 2025 ഇന്ത്യയുടെ റാങ്ക് 105 ആണ്. ഔട്ട് ഓഫ് 127 കൺട്രീസ് 105. ഓക്കെ, ഇന്ത്യക്ക് വന്നിട്ട് ഹങ്കർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പുട്ടും ഒരു 5 മുട്ടയും കഴിക്കണമെന്ന് ആലോചിച്ചോളൂ. 10 പുട്ടും ഒരു 5 മുട്ടയും 10ന്റെ പകുതി 5, 105 ഔട്ട് ഓഫ് 127 കൺട്രീസ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 105 ആണ്. ഓക്കെ, 105 20 കുറച്ചാൽ 85. അതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ അല്ലേ. വേൾഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആംസ്. ഓക്കെ, ആംസ് ഇമ്പോർട്ട് ചെയ്യുന്നതില് ലോകത്തില് എന്താണ് റാങ്ക് 1 ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ ആണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഉക്രൈൻ ആണ്. റഷ്യയുടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ. അതുകൊണ്ട് മാക്സിമം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിച്ചോളൂ. റാങ്ക് 2 ഇന്ത്യയാണ്. നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. ഓക്കെ, അത്രയും ചുറ്റിനും ശത്രുക്കളല്ലേ, അപ്പൊ അത്രയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യയോടാണ് യുദ്ധം ചെയ്യുന്നത്, അപ്പൊ അത്രയും ആയുധങ്ങൾ വേണം. ഓക്കെ, നമ്പർ 1 എക്സ്പോർട്ടർ കയറ്റുമതി ചെയ്യുന്നതിലാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA. യെസ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ബിസിനസ് ആണ്. ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോ പുറമേ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നിൽക്കുമെങ്കിലും ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു രാജ്യം കൂടെയാണ്. എല്ലാം ബിസിനസ് അല്ലേ. ഓക്കെ, IPO മാർക്കറ്റ് 2024 ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് മാർക്കറ്റിൽ റാങ്ക് 1
ഇന്ത്യയാണ്. ഓക്കെ, പൊതു നിക്ഷേപം നിലനിർത്താനായിട്ട് ഈ സ്വകാര്യ കമ്പനികളൊക്കെ അവരുടെ ഓഹരി വിൽക്കുകയല്ലോ പൊതുജനങ്ങളിൽ നിന്നും മറ്റേ എന്താ പറയുക പൊതു നിക്ഷേപം നിലനിർത്താൻ വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റാണ് എന്ന് പഠിച്ചു വെക്കൂ. IPO മാർക്കറ്റ്, അതിലെ റാങ്ക് 1 ഇന്ത്യയാണ്. ഓക്കെ, ഫ്രോണ്ടിയർ ടെക്നോളജി റീഡിനെസ് ഇൻഡെക്സ് 2024. ഓക്കെ, ഫ്രോണ്ടിയർ ടെക്നോളജി റീഡിനെസ് ഇൻഡെക്സ്. ഓക്കെ, പുതിയ ടെക്നോളജികളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ റാങ്ക് 36 ആണ്. ഓക്കെ, റാങ്ക് 1 USA. ഞാൻ നേരത്തെ ടെസ്ലയുടെ കാര്യമൊക്കെ പറഞ്ഞു. USA, എലോൺ മസ്ക് എന്നാലോചിച്ചാൽ മതി. USA. ഓക്കെ, പബ്ലിഷ്ഡ് ബൈ UNCTAD, യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോ ഫ്രോണ്ടിയർ ടെക്നോളജി റീഡ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 36. ഈ ഫ്രോണ്ടിയറിൽ ഇവിടെ ഒരു 6 ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. ഈ 6 ലെറ്റർ 6 അല്ല, മറ്റേ 6 ആണെന്ന് കരുതിക്കോളൂ. ആ 6ന്റെ സ്ക്വയർ ആണ് ഈ 6ന്റെ സ്ക്വയർ 36. ഓക്കെ എന്ന് കരുതിക്കോളൂ. അപ്പൊ IPO മാർക്കറ്റിൽ ഇന്ത്യ നമ്പർ 1 ആണ്. ഫ്രോണ്ടിയർ ടെക്നോളജി റീഡിനെസ് ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഫ്രോണ്ടിയറിലെ 6ന്റെ സ്ക്വയർ എന്ന് ആലോചിച്ചാൽ മതി, 36 ആണ്. റാങ്ക് 1 USA ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ ദി വേൾഡ്. ഓക്കെ, ഏറ്റവും ബിസി ആയിട്ടുള്ള എയർപോർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA അറ്റ്ലാന്റ എയർപോർട്ട് റാങ്ക്ഡ് 1. USA അറ്റ്ലാന്റ എയർപോർട്ട്. USA ആ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തെ നിൽക്കാൻ പറ്റൂ, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ അറ്റ്ലാന്റ എയർപോർട്ടാണ് ബിസിയസ്റ്റ് എയർപോർട്ട്. സെക്കൻഡ് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആളെ കാണാൻ പറ്റില്ല, അവിടെ നിന്ന് ബൈ പറയാനേ പറ്റത്തുള്ളൂ, അത്രയും തിരക്കാണ്. സെക്കൻഡ് അപ്പോ ദുബായ്. ഓക്കെ, ഇൻ ഇന്ത്യ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയില്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹിയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, ഭയങ്കര തിരക്ക് എന്ന് ആലോചിച്ചോളൂ. അപ്പൊ അവിടെയുള്ള എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. വേൾഡ് ബെസ്റ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് 2024. ഓക്കെ, 2024 വേൾഡ് ബെസ്റ്റ് ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടിൽ 2024 ഫസ്റ്റ് പ്ലേസ് മയോ ഹോസ്പിറ്റൽ USA. അതും USA-ലാണ്. ഓക്കെ, USA-ലെ മയോ ഹോസ്പിറ്റലാണ്. മായോ ഇല്ല, മന്ത്രവും ഇല്ല, നല്ല ചികിത്സയാണെന്ന് ആലോചിച്ചോളൂ. നമ്മുടെ കേരളത്തിലുള്ള നേതാക്കന്മാരെല്ലാം USA-ലല്ലേ പോകുന്നത് ചികിത്സയ്ക്ക്. അപ്പോ ഫസ്റ്റ് ഹോസ്പിറ്റലിന്റെ കാര്യത്തില് ഫസ്റ്റ് പ്ലേസ് USA ആണ്. അവിടെ മായവും മന്ത്രവും ഇല്ലാത്ത മയോ ഹോസ്പിറ്റലാണ്. ഇൻ ഇന്ത്യ AIIMS ഹോസ്പിറ്റൽ ന്യൂഡൽഹി. ഇന്ത്യയിൽ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹിയിലായിരിക്കും എന്ന് ആലോചിച്ചോളൂ. AIIMS ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ വേൾഡ് ബെസ്റ്റ് ഹോസ്പിറ്റൽ USA-ലെ മായോ മന്ത്രവും ഇല്ലാത്ത ഹോസ്പിറ്റൽ മയോ ഹോസ്പിറ്റൽ. ഇന്ത്യയിലാണെങ്കിൽ ക്യാപിറ്റലുള്ള എയിംസിന്റെ ഹോസ്പിറ്റലാണ്. അടുത്തത് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് റാങ്ക് 1 ഡൊമിനിക്ക. ഇന്ത്യയുടെ റാങ്ക് 6-ാമതാണ്. നമ്മളെ പഴയ ആക്ടർ ഉണ്ടല്ലോ പ്രതാപേന്ദ്രൻ, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പേര് കേട്ടുടരാ ഉണ്ണി. ഓക്കെ, ഡൊമിനിക്കിന്റെ വീട്ടിലെ ക്ലൈമറ്റ് ഒക്കെ റിസ്ക് ആണ്. അപ്പോ പ്രതാപേന്ദ്രൻ പറയുന്നതായിട്ട് ആലോചിച്ചോളൂ. ക്ലൈമറ്റ് റിസ്ക് ഉള്ളത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൊമിനിക്ക. ഇങ്ങനെ ആലോചിച്ചോളൂ. കേട്ടോടാ ഉണ്ണി 6 അതിലുണ്ട്. ഇന്ത്യയുടെ റാങ്ക് 6. പുള്ളി പറയുന്നത് ഡൊമിനിക്കിന്റെ വീടാണ് റിസ്ക്. അപ്പൊ ക്ലൈമറ്റ് റിസ്ക് ഇവിടെ ഒരു 6 ഉണ്ട്. ഈ 6 എന്ന് ആലോചിച്ചോളൂ. ആ ലെറ്റർ 6 ഈ 6. ഓക്കെ, ഗ്ലോബൽ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ. ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ടതില് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമാർ ആണ് ഫസ്റ്റ് പ്ലേസിലുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഇയർ ഒക്കെ പ്രശ്നം നടന്നിട്ടുള്ള സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ അല്ലേ? മണിപ്പൂർ. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഹരിയാന. കർഷക സമരത്തിനൊക്കെ ഓക്കെ ധാരാളം പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ ഹരിയാന ആണ് എന്നാലോചിച്ചോളൂ. അപ്പോ ലോകത്തിലെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് റീസെന്റ് ആയിട്ട് മ്യാൻമാർ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലേസ് മണിപ്പൂരാണ് എന്ന് ആലോചിച്ചോളൂ. അപ്പോ സെക്കൻഡ് ഹരിയാന, തേർഡ് പ്ലേസിലാണ് ജമ്മു കാശ്മീർ. അപ്പോ ഇത്രയുമാണ് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കളെ. ഞങ്ങളിൽ നിന്നുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.